എന്നാൽ വോട്ട് സ്ഥിരീകരണ യന്ത്രം എന്ന് പറയുന്ന വിവിപാറ്റ് ഉണ്ട്. അതും ഈ 3 യൂണിറ്റുകളും പെയർ ചെയ്തായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് നമ്മളുടെ വിതരണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുമ്പോൾ അതിൽ ഒരു അഡ്രസ് ടാഗില് നമ്മുടെ പോളിംഗ് ബൂത്തുകൾ കാണും. ആ പോളിംഗ് ബൂത്തിന്റെ നമ്പർ നമുക്ക് അനുവദിച്ചിരിക്കുന്നത് തന്നെയാണെന്ന് നോക്കണം. മാത്രവുമല്ല, ഈ പെട്ടികളെല്ലാം തുറന്നിട്ട് ഈ പെട്ടികൾക്കുള്ളിൽ ഈ ഡിവൈസുകളുടെ എല്ലാം സീരിയൽ നമ്പറുകൾ ഈ അഡ്രസ് ടാഗ് ഉള്ളത് തന്നെയാണോ, നമുക്ക് അനുവദിച്ചത് തന്നെയാണോ എന്ന് നോക്കണം. ഇതിന്റെ എല്ലാം പുറകിലും മുമ്പിലും ഒക്കെ QR കോഡ് സഹിതവും മെറ്റലിലും ഒക്കെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതൊക്കെ അത് തന്നെയാണോ എന്ന് നോക്കണം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് എല്ലാം തന്നെ ഹരിതചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അഡ്രസ് ടാഗുകൾ M14, M15 എന്ന് പറയുന്ന 2 പോസ്റ്ററുകൾ ഇതെല്ലാം തരുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആര് നമുക്കത് ഫില്ല് ചെയ്യും? നമുക്ക് അവിടുന്ന് എടുക്കാൻ പറ്റുന്നത് എടുക്കാം, അല്ലെങ്കിൽ സെക്ടറൽ ഓഫീസർമാർക്ക് 12ഓളം ബൂത്തുകളുടെ ചാർജുള്ള ആളാണ്. അപ്പം ഈ 12 ബൂത്തുകളിലെയും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യേണ്ടത് ഇവരായതുകൊണ്ട് തന്നെ നമുക്ക് അവർ എത്തിച്ചു തരും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിനൊരു സമയത്തിന്റെ കൃത്യതയൊക്കെ ചിലപ്പോൾ കയറി ഇറങ്ങിയൊക്കെ നിൽക്കും. നമ്മുടെ സാധന സാമഗ്രികളൊക്കെ കിട്ടി നമുക്ക് നേരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയല്ലേ നമുക്ക് തന്നത്. നമ്മളെ കൊണ്ടുപോകാനായിട്ട് റൂട്ട് ഓഫീസർ കൊണ്ടുപോകണം. റൂട്ട് ഓഫീസറും വന്നു, നമ്മളുടെ ആൾക്കാരെല്ലാം വന്നു, സാധന സാമഗ്രികളെല്ലാം വന്നു, നമുക്ക് പോകാമോ? പിന്നെ അല്ല, അത് ആ ബസ്സിലേക്ക് പോകാം. ചെക്ക് റൂട്ട് ഓഫീസറിനൂടെ പോവാം. ആ ബൂത്തിലേക്കുള്ള ആൾക്കാർ വേണം. എല്ലാം പറഞ്ഞതെല്ലാം ശരിയാണ്, അവരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്, എല്ലാവരും അത് കേൾക്കണം. പിന്നെ ഒരു സ്റ്റുഡൻറ്റും ഒക്കെ ആയിരിക്കും, എന്നാലും അവരുടെ കയ്യിൽ ഒരു ബാൻഡ് കാണും. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനാണ്. ആ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെ കൂടെ നമ്മൾ ചിലപ്പോഴൊക്കെ EVM ഒക്കെ പിടിപ്പിക്കാറുണ്ട്. പിടിപ്പിക്കാവോ? അതുപോലെ തന്നെ ചിലരൊക്കെ മാവിന്റെ ചുവട്ടിലൊക്കെ ഇരുന്നതിന് ശേഷം സെക്യൂരിറ്റി ഓഫീസിനെ അവിടെ നോക്കി നിർത്തിച്ചിട്ട് ബാക്കിയുള്ളവരുടെ ഭക്ഷണം കഴിക്കാനായിട്ട് പോകും. അങ്ങനെ പോവാമോ? ഇതിന്റെ കസ്റ്റോഡിയൻ ആരാ? പോളിംഗ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ വിട്ടിരിക്കുന്ന മറ്റൊരു ഏജൻസിയാണ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ. അപ്പോൾ അതെല്ലാവരും തിരിച്ചറിയുക. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ കൂടെ തന്നെ നമുക്ക് അനുവദിച്ചിരിക്കുന്ന ബസ്സിൽ നമുക്ക് അനുവദിച്ചിരിക്കുന്ന റൂട്ട് ഓഫീസറുടെ കൂടെ നമ്മൾ ടീമായി പോകണം. പോകുമ്പോൾ ഒരു കാര്യമുണ്ട്, പലരും നമ്മൾ കൊണ്ടിരുന്ന സാധനങ്ങൾ നമ്മളിരിക്കുന്ന സീറ്റ് ഉപേക്ഷിച്ചിട്ട് പുതുതായിട്ട് കിട്ടുന്ന സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് പോകും. ഇത് പിന്നെ തിരിച്ചു കൊടുക്കാനായിട്ട് അവിടെ മരുന്നുകളൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞതാണ് ആദ്യം നമ്മൾ ചെയ്തത്. നമ്മൾ കുറച്ച് ഒരുക്കങ്ങൾ നടത്തിയായിരുന്നു. 3 ദിവസം അവിടെ നിൽക്കാനായിട്ട്, 3 ഡ്രസ്സ്, ഈ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വേണം പോകാനായിട്ട്. അല്ല, 100 മീറ്റർ ചുറ്റളവ് ആർക്ക്? പ്രിസൈഡിംഗ് ഓഫീസർക്ക് മജിസ്റ്റീരിയൽ പവറുള്ള സ്ഥലമാണ്. അതിന്റെ 100 മീറ്റർ ചുറ്റളവിനുള്ളിൽ കൊടിതോരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം. രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ബൂത്തുകൾ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാൻ നമ്മൾ നീക്കുമോ അല്ലെങ്കിൽ സെക്ടർ ഓഫീസറോട് പറഞ്ഞാൽ നീക്കം ചെയ്യാം. ഒരു കാരണവശാലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾക്ക് അവർക്ക് സ്ഥാനാർത്ഥികൾക്കൊക്കെ അറിയാം, അവരാരും അങ്ങനെ വെക്കില്ല. എങ്കിലും നമ്മുടെ പോളിംഗ് ബൂത്തിന് വെളിയിൽ 100 മീറ്റർ ചുറ്റളവ് നമ്മളുടെ അധികാര പരിധിയിലുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കണം. M14, M15 എന്നീ പറയുന്ന 2 ബ്ലാങ്ക് ഫോമുകൾ തരും. അതില് M14 എന്ന് പറയുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രദേശം നമുക്ക് ആലേഖനം ചെയ്യാനുള്ളതാണ്. അതവിടെ പ്രദർശിപ്പിക്കുക. M15 മത്സരിക്കുന്ന കാൻഡിഡേറ്റിന്റെ ക്രമനമ്പര്, പേര്, ചിഹ്നം എന്നിവ അവിടെ എഴുതി വെക്കണം. നല്ലപോലെ പടം വരയ്ക്കാൻ അറിയാവുന്ന ആളാണെന്ന് ഓർത്തിട്ട് ഓരോ ചിഹ്നങ്ങളൊന്നും വരയ്ക്കാനൊന്നും പോകണ്ട. വരയ്ക്കുകയും ചെയ്യരുത്. അത് എഴുതി വെച്ചാൽ മതിയാവും. അങ്ങനെ കൃത്യമായി എങ്ങനെയാണോ നമുക്ക് തന്നിരിക്കുന്ന സ്പെസിമെൻ 7A അതിനകത്തുള്ളതുപോലെ തന്നെ വരച്ചാൽ മതിയാവും. ബുർക്ക ധരിച്ച ആൾക്കാർ കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ സ്റ്റാഫായിട്ട് മെയിൽ സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. ഈ ബുർക്ക ധരിച്ചെത്തുന്നവരെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മുടെ സ്റ്റാഫിന് പറ്റുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സ്കൂളായിരിക്കും. അങ്ങനെ സ്കൂളാണെങ്കിൽ ആ സ്കൂളിൽ ഒരു 5ഓ 6ഓ പോളിംഗ് സ്റ്റേഷനുകൾ കണ്ടേക്കാം. അങ്ങനെയുള്ളപ്പോൾ ഈ ഓരോ പോളിംഗ് സ്റ്റേഷനിലേക്കുമുള്ള സൈൻ ബോർഡുകൾ, അതുപോലെ വാഷ്റൂമുകളുടെ സൈൻ ബോർഡുകൾ, അവർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ, അവർക്ക് ചിലപ്പം റിഫ്രഷ്മെന്റ് ഒക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള നമ്മുടെ പോളിംഗ് ബൂത്തിന്റെ എവിടെയാണ് എന്നുള്ളതൊക്കെ സൈൻ ബോർഡുകളൊക്കെ വെക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ സെറ്റ് ചെയ്യും.
വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു വോട്ടർക്ക് കൃത്യമായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ആലേഖനം ചെയ്തിരിക്കുന്ന ഭാഗം കൃത്യമായി കാണാൻ സാധിക്കണം. വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ എന്തൊക്കെയാ ഉള്ളത്? ഞാൻ നിർത്തുക. ബാലറ്റ് യൂണിറ്റ് വലതുവശത്തും വിവിപാറ്റ് ഇടതുവശത്തുമായി ഇത് കാണണം. അപ്പം വോട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കണം. അതുപോലെ തന്നെ വോട്ട് ചെയ്തത് 7 സെക്കൻഡ് നേരം കാണുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. മതിയായ വെളിച്ചം വേണം, അമിത വെളിച്ചം പാടുമില്ല. ഹൈബീം ലാമ്പുകളുടെ പ്രകാശം ഇതിന്റെ ഹെഡിലടിച്ചാൽ അതിനെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ ഒന്നുകൂടെ വിവരിക്കാം. ഈ ഉപകരണം കേടുപാടാകാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് ഹൈബീം ലാമ്പുകളുടെ അടിയിലായിരിക്കരുത്. പിന്നെ ഒരു കാര്യമുണ്ട്, രഹസ്യമായി വോട്ട് ചെയ്യാനുള്ള സംവിധാനം വേണം. ജനലിന്റെ അടുത്ത് ഒരു കാരണവശാലും വെക്കരുത്. പിന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളും, കേരളത്തിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും ക്യാമറയുണ്ട്, വെബ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ക്യാമറ വെച്ചതിന്റെ അടിയിൽ കൊണ്ട് വെക്കരുത്. അങ്ങനെ വെച്ചാൽ എന്നാവും? ഇലക്ഷൻ കമ്മീഷൻ മുഴുവൻ കാണും. അപ്പം അതും കൂടെ സൂക്ഷിച്ചു വേണം വെക്കാൻ. നമുക്ക് അറിയാൻ വേണ്ടിയാണ്. ഇപ്പൊ നമ്മുടെ ഈ ട്രെയിനിങ് വരെ, നമ്മൾ വരുന്നത് വരെ ഇവിടെ കാണുന്നുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഇലക്ഷൻ കമ്മീഷൻ എല്ലാവരും കാണുന്നുണ്ട്. അപ്പൊ അതിന് സമയമാകാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പിന്നെ ഒരു പോളിംഗ് ബൂത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഭാവനയുള്ള ഒരു പോളിംഗ് ബൂത്തിന്റെ 3D ചിത്രമാണ്. വോട്ടർമാര് കയറി വരുന്നിടത്ത് കവാടത്തിലായിരിക്കണം ആരുടെ സ്ഥാനം? സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ സ്ഥാനം. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ സാധന സാമഗ്രികളൊക്കെ അകത്തായിരിക്കുന്നത്. പല സമയങ്ങളിലും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ അകത്തുകൂടി കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. എപ്പോഴകത്ത് കയറാം? പ്രിസൈഡിംഗ് ഓഫീസർ ആവശ്യപ്പെടുന്ന പ്രകാരം മാത്രമേ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന് അകത്ത് പ്രവേശിക്കാനായിട്ട് അനുവാദമുള്ളൂ. അല്ലാത്ത ഒരു സാഹചര്യത്തിലും സെക്യൂരിറ്റി ഓഫീസർ എപ്പോഴും വെളിയിൽ നിൽക്കണം. അതുപോലെ തന്നെ കയറി വരുന്ന ആദ്യ വോട്ടർ ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ അടുക്കൽ വരത്തക്ക രീതിയിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ അടുത്ത് നിന്ന് പിന്നെ തേർഡ് പോളിംഗ് ഓഫീസറുടെ അടുത്ത് വരുന്നു. അവിടെ നിന്ന് നേരിട്ട് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ സുതാര്യമായി അയാൾക്ക് വോട്ട് ചെയ്യാൻ രഹസ്യമായി അയാളുടെ സമ്മതിദാനാവകാശം ചെയ്യത്തക്ക രീതിയിൽ ജനലിന്റെ ഒന്നും അടുത്തല്ല, ക്യാമറയുടെ അടുത്തല്ല, അല്ലാത്ത രീതിയിൽ ക്യാമറയുടെ അടുത്തക്ക രീതിയിലല്ല, മതിയായ വെളിച്ചമുണ്ട്. അയാൾ വോട്ട് ചെയ്ത് തിരികെ പോകണം. വരുന്നവരും പോകുന്നവരും തമ്മിൽ ക്രോസ് ചെയ്യരുത്. തേർഡ് പോളിംഗ് ഓഫീസറുടെ അടുത്തേക്ക് ഒരു കേബിള് വിവിപാറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ കേബിള് വരുന്ന വഴിയിലായിരിക്കരുത്. വരുന്ന വഴിയിലാണെങ്കിൽ എന്നെ പോലുള്ളവർ ആ പോളിംഗ് ബൂത്തിൽ ചെന്ന അന്നത്തെ പോളിംഗ് മുഴുവൻ തടസ്സപ്പെടുന്ന കാലുകൊണ്ട് തട്ടി വിവിപാറ്റ് പോക്ക് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ നിൽക്കുന്ന ലൈന്, അതുപോലെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിന്റെ പുറവശം എല്ലാം കണ്ടുകൊണ്ടാണ് പ്രിസൈഡിംഗ് ഓഫീസർ വിളിക്കുന്നത്. ഇവരുടെ എല്ലാം പുറകിലായി ആരുടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡിന്റെ പുറകിലായി ഏജന്റുമാരിട്ടുണ്ട്. ഈ ഏജന്റുമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവര് ഈ പോളിംഗ് ബൂത്തിലെ വോട്ടർമാരാണ്. ഏജന്റുമാരെന്ന് നമ്മൾ ഒന്ന് തിരിച്ചറിയുക. ഇതിൽ കുറെ നമ്പറുകളൊക്കെ ഉണ്ടാക്കി വെക്കാം, കുറെ ടോക്കണുകൾ ഉണ്ടാക്കി വെക്കാം, കുറെ പാക്കറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട് തിരികെ കൊടുക്കാനായിട്ട്. അതിനകത്തൊക്കെ ആ പാക്കറ്റുകളിൽ ഏതൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമ്മുടെ ഹാൻഡ് ബുക്ക് നോക്കിയിട്ട് അതിനകത്ത് ഓരോ കവറുകളൊക്കെ ഉണ്ടാക്കി എടുത്തു വെക്കാം. 6 പാക്കറ്റുകളുണ്ട്. 6 പാക്കറ്റുകളിൽ ഓരോ പാക്കറ്റിലും 5, 3, 4, 10 ഒക്കെ കവറുകൾ വെക്കാറുണ്ട്. അതെല്ലാം അതിനകത്ത് ഇറക്കി വെച്ച് ആ കവറുകളിലെല്ലാം അഡ്രസ്സും ഒക്കെ എഴുതി വെക്കാം. നമ്മുടെ ഡിസ്റ്റിങ്വിഷ് മാർക്ക് അടിച്ചു വെക്കാം. നമ്മുടെ പോളിംഗ് ബൂത്തിന്റെ ആണെന്ന് പിറ്റേ ദിവസം അറിയുന്നതിന് വേണ്ടിയുള്ള അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു വെക്കാം. നമ്മുടെ ടീമുകൾ തമ്മിൽ ഒരു നല്ല ഐക്യം ബന്ധം ഉണ്ടാക്കണം. പ്രിസൈഡിംഗ് ഓഫീസർ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിന് 2021 ഒരു പ്രത്യേക സമയം എത്തിയപ്പോഴത്തേന് അവിടെ തിരക്ക് കൂടി. അപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പ്രേമന്മാരാണെന്ന് ചുമ്മാ അടങ്ങണ്ട, ഒരു കൗണ്ടർ ഇട്ട് മേടിക്കാൻ പറഞ്ഞു. ഞാൻ മേടിക്കാനായിട്ട് കയറിയിരിക്കുമ്പോഴേ ഞാൻ കാണുന്ന കാഴ്ച, ഒരു പ്രിസൈഡിംഗ് ഓഫീസർ നടന്നു വരുന്നുണ്ട്. ഇങ്ങനെ നടന്നു വരുന്നത്. ഈ കയ്യില് എന്താണ്? കൺട്രോൾ യൂണിറ്റ്. ഈ കയ്യില് ബാലറ്റ് യൂണിറ്റ്, കയ്യില് വിവിപാറ്റ്, ബാക്കി ഇവിടെ എല്ലാം നടന്നു വരിക. മറ്റവരൊക്കെ പുറകെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൂടെ ജോലിക്ക് വെച്ചിരുന്ന ആളെ എന്നെ വിളിച്ചു, നിങ്ങൾ എന്തൊരു മനുഷ്യരാണ്. ആ വ്യക്തിയെ കൊണ്ട് മുഴുവൻ ചോദിക്കും. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. ആ പ്രിസൈഡിംഗ് ഓഫീസർക്ക് അദ്ദേഹത്തെ അല്ലാതെ വേറെ ആരെയും വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചുമത്താൻ. ഇന്നലെ മുതൽ ഞങ്ങൾ ചെന്നപ്പോ നമുക്കൊരു കപ്പ് കിട്ടുന്നുണ്ട്. ഈ കപ്പ് ആവശ്യമില്ലാത്തതെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. ഈ കപ്പ് എന്തിനാ? ഭക്ഷ്യകത്ത് വെക്കണം. അതിന് വെളിയിൽ നിന്ന് അല്പം മണലൊക്കെ എടുത്തിട്ട് അതിനകത്ത് ഈ കപ്പ് മറിഞ്ഞു പോകാതിരിക്കാനായിട്ട് സെറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഇങ്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം.
ഇനി പോളിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ ആരംഭിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം ക്യൂ എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മുടെ പോലീസുകാരൻ വെളിയിലുണ്ട്, 2 ക്യൂ ഉണ്ടായിരിക്കണം. ആ 2 ക്യൂ മെൻ വുമൺ നമ്മൾ കടത്തിവിടുന്നത്, ഒരു മെൻ ഒരു വുമൺ അങ്ങനെയായിരിക്കണം കടത്തിവിടുന്നത്. പിന്നെ പ്രായമായ വോട്ടർമാരുണ്ട്, PWDs ആയിട്ടുള്ള വോട്ടർമാരുണ്ട്. ഇവർക്കൊന്നും ക്യൂ ഇല്ല, ഒരു നേരിട്ട് കടന്നു പോവാം. ആരും ഒന്നും ചോദിക്കുന്നില്ല. ഇന്നലെയും മിനിയാന്ന് നമുക്ക് ചോദിച്ചായിരുന്നു. 85+ PWD വോട്ടർമാർക്ക് 12D കൊടുത്തിട്ട് വോട്ട് ചെയ്യിക്കുന്ന പരിപാടിയുണ്ട്. ഹോം വോട്ടിംഗ്. നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഹോം വോട്ടിങ്ങിന് ഇനിയും ആൾക്കാരെ എടുക്കാനുണ്ട് കേട്ടോ. വീട്ടിൽ പോയി വോട്ട് ചെയ്യിക്കുന്ന ഹോം വോട്ടിംഗ്, അവർക്ക് വീട്ടിൽ ചെന്ന് വോട്ട് ചെയ്യാം. അതായത് പരമ്പരാഗതമായി വോട്ടിംഗ് പ്രക്രിയയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു വിഭാഗമാണ് ആബ്സെന്റ് വോട്ടേഴ്സ്. ആബ്സെന്റ് വോട്ടേഴ്സ് പലവിധമുണ്ട്. PWDs, പ്രായമായവർ 85+, 80+ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ 85+ ആക്കി. 80+ വെച്ചാൽ ഒത്തിരി വരുന്നോണ്ടാണ് കേട്ടോ 85+ ആക്കി. ഇങ്ങനെയുള്ള വോട്ടർമാരെ അവർക്കൊരു 12D ഫോം BLO, ഞാൻ മുമ്പേ പറഞ്ഞു, ഇപ്പം ഇലക്ഷൻ കമ്മീഷന് പോകുന്നത് നമ്മളാണ്. പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ഓരോരുത്തരും അല്ലേ. എന്നാൽ സ്ഥിരം ചീത്ത കേൾക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധികളുണ്ട്, BLOമാർ. അറിയാലോ, BLOമാരാണ് ബൂത്ത് ലെവൽ ഓഫീസർമാരാണ്. വീട് അങ്ങനെ കയറി ഇറങ്ങി ഇലക്ഷൻ കമ്മീഷന് വേണ്ടി ജോലികൾ ചെയ്യുന്നത്. അവർ ഓരോ വീടുകളിലും ചെന്ന് ആർക്കൊക്കെ വോട്ട് വേണോ എന്നുള്ള ഫോം കൊടുക്കും. ഈ ഫോം തിരികെ കൊടുക്കുന്ന PWDs ആണെങ്കിൽ സർട്ടിഫിക്കറ്റോട് തിരികെ കൊടുക്കുന്നവർക്ക് വോട്ട് ഇഷ്യൂ ചെയ്യും, PB ഇഷ്യൂ ചെയ്യും. PB ഇഷ്യൂ ചെയ്യുന്ന ആ വോട്ടർമാർക്ക് അവരെ വോട്ട് ചെയ്യിക്കാനായിട്ട് ഹോം വോട്ടിംഗ് നടക്കുന്നുണ്ട്. എന്നാൽ ആകെക്കൂടെ ഈ ദിവസമാണ് ഞാൻ വെളിയിലോട്ട് പോകുന്നത്. എനിക്ക് വോട്ട് ചെയ്യാനായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു PWDക്കും അതുപോലെ ഒരു 85+നും പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യാം. അത് അവരുടെ ഓപ്ഷനാണ്. അപ്പൊ അങ്ങനെ വരുന്ന വോട്ടർമാർക്കാണ് ഈ പറഞ്ഞത് കേട്ടോ. നമ്മൾ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി PB എന്ന് എഴുതി നമ്മുടെ മാർക്കഡ് കോപ്പിയിൽ PB എന്ന് എഴുതിയിട്ടുള്ള ആരെയെങ്കിലും നമ്മൾ അങ്ങനെ വന്നാൽ വോട്ട് ചെയ്യിക്കുമോ? ചെയ്യിക്കരുത് കേട്ടോ. അവർക്ക് ഒരിക്കൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പോസ്റ്റൽ ബാലറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെ വോട്ട് ചെയ്യിക്കരുത്. ആകുമ്പോഴെങ്കിലും എഴുന്നേക്കണം. ഒരു 4 ബൂത്തൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ 1 or 2 വാഷ്റൂമുകളോ അല്ലെങ്കിൽ ടോയ്ലറ്റൊക്കെ കാണുള്ളൂ. അപ്പം നമുക്ക് 5:30 ആകുമ്പോൾ ആര് വന്നേക്കും വെളിയിൽ? തലേ ദിവസം നമ്മൾ ചെന്നപ്പോഴേ പോസ്റ്റർ പതിച്ചപ്പോഴേ അവിടെ കുറച്ച് ആൾക്കാർ വന്നായിരുന്നു, സ്ഥാനാർത്ഥിയുടെ ഏജന്റുമാര്. ഞങ്ങൾ 5:30 ആകുമ്പോൾ വരാം, അപ്പം ഞങ്ങളുടെ പാസ്സൊക്കെ റെഡിയാക്കി വെച്ചേര്, ഞങ്ങളിപ്പോൾ ഓർഡറൊക്കെ ആയിട്ട് വരാം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ 5:15 ആകുമ്പോൾ നമ്മളവിടെ ഇറങ്ങിക്കണം. അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്ത് തലേ ദിവസമേ കിടക്കുക. രാവിലെ നമ്മളുടെ കൂടെയുള്ള സ്ത്രീകളായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തൊട്ടടുത്ത വീടുകളിലോ അല്ലെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ 5:15 ആകുമ്പോൾ നമ്മൾ റെഡിയാകുക. നമ്മുടെ വാതിൽ വന്ന് ഏജന്റുമാർ മുട്ടും. അപ്പം അന്നേരം മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഇങ്ങനെയുള്ള ഒരാളാണ്, ജയകുമാർ, 128. ചെറിയ അപ്പോൾ ഫസ്റ്റ് പോളിംഗ് ഓഫീസറെ അങ്ങനെ മാറ്റി ചെയ്യാം. ഏത് ജോലിയും മാറ്റി ചെയ്യിക്കുന്നതിനുള്ള ഒരു അധികാരം പ്രിസൈഡിംഗ് ഓഫീസർക്കുണ്ട്. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെ ഡ്യൂട്ടി അസൈൻ ചെയ്യുക, അത് പറഞ്ഞു കൊടുക്കുക. എല്ലാവർക്കും അറിയാം എങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇലക്ഷൻ ഏജന്റുമാരെ അപ്പോയിന്റ് ചെയ്യുക. അപ്പോയിന്റ്മെന്റ് ഓഫ് ഇലക്ഷൻ ഏജന്റ്സ്. ആരാണ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? കാൻഡിഡേറ്റ് എന്നുള്ളവരൊന്ന് ഒന്ന് കൈവക്കി. കാൻഡിഡേറ്റ് എന്നുള്ളവരൊന്ന് കൈവക്കി. പറഞ്ഞു നോക്കി. ചീഫ് ഏജന്റ്, കാൻഡിഡേറ്റ് എന്നുള്ളവരൊന്ന് കൈവക്കി. ഇത് രണ്ടും ഒന്ന് കൈവക്കി. പ്രിസൈഡിംഗ് ഓഫീസർ ആണെന്നുള്ളത് കൈവക്കി. ഈ എന്റെ പ്രതിനിധി ആരായിരിക്കണമെന്ന് ആരാ തീരുമാനിക്കുന്നത്? എന്റെ പ്രതിനിധി ഇനി ആരായിരിക്കണമെന്ന് അത് വേറെ ആളാണോ തീരുമാനിക്കുന്നത്? അതിൽ തന്നെ അറിയാം. കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഇലക്ഷൻ ഏജന്റ്, അത് രണ്ടും പറഞ്ഞത് ശരിയാണ്. കാൻഡിഡേറ്റിന് ഒരു ഇലക്ഷൻ ഏജന്റിനെ, മുഖ്യ ഏജന്റിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഇപ്പം കൊടുത്തിട്ടുണ്ട്. അത് ഫോം നമ്പർ 8-ലാണ് കേട്ടോ. 8 കൊടുക്കാം, 9 വിഡ്രോ ചെയ്യാം. അത് എഴുതണ്ട, അത് നമുക്കുള്ളതല്ല, എഴുതണ്ട. എന്നാൽ ഈ കാൻഡിഡേറ്റോ ഇലക്ഷൻ ഏജന്റോ മുഖ്യ തെരഞ്ഞെടുപ്പ് ഏജന്റോ അവരുടെ ഒരു സ്പെസിമെൻ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചല്ലേ, അവരുടെ ഒപ്പ് നമുക്ക് തരുന്നുണ്ട്. അവരുടെ ഒപ്പോടുകൂടി ഒരു 10-ാം നമ്പർ ഫോമില് എന്റെ ബൂത്ത് ഏജന്റ് ഇന്ന ആളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിയമിക്കുന്നുണ്ട്. ആ നിയമന ഉത്തരവുമായി വരുന്ന ഏജന്റുമാർക്ക് പാസ് കൊടുക്കുന്ന ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു ബൂത്ത് ഏജന്റും 2 റിലീഫ് ഏജന്റുമാരെയും ആവാം. എന്നാൽ ഒരു സമയം ഒരാൾ മാത്രമേ അവിടെ പാടുള്ളൂ. അവിടെ ആ ബൂത്തിലെ വോട്ടറാണ് സ്ഥാനാർത്ഥി, അയാൾക്ക് അവിടെ ഏജന്റ് ആയിട്ടിരിക്കാൻ പറ്റുമോ? പറ്റും. എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ പറയുന്ന ആൾക്കാർ പോരാ അല്ലേ?
എന്തിനാണ് ഏജന്റ് ഇരിക്കുന്നത്? ആ ബൂത്തിലെ വോട്ടർമാരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ സ്ഥാനാർത്ഥി ഇവിടുത്തെ വോട്ടർ ആണെങ്കിൽ ഇരിക്കാം, പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, അപ്പം അദ്ദേഹത്തിന്റെ പ്രതിനിധി അവിടെ നിന്ന് മാറണം. ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് ഏജന്റ് അവിടുത്തെ വോട്ടറാണ്, അയാൾക്കും ഇരിക്കാം. അയാൾ ഇരിക്കുന്ന സമയം അയാൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. ഒരു സ്ഥാനാർത്ഥിയെ പ്രതികരിച്ച് ഒരാൾക്ക് മാത്രമേ ഇരിക്കാവുള്ളൂ. പിന്നെ അവരുടെ സീറ്റിംഗ് എങ്ങനെയാണോ നമ്മളുടെ ബാലറ്റ് യൂണിറ്റിൽ അവരുടെ നമ്പർ അടിക്കുന്നത് അതിനനുസരിച്ച് അതിന്റെ ക്രമത്തിനനുസരിച്ച് അതൊന്നും വലിയ പ്രശ്നം ഉണ്ടാകുന്ന കേസല്ല. അത് ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആക്കി തരാം കേട്ടോ. EVM സെറ്റ് ചെയ്യണം, അതുപോലെ മോക്കോൾ നടത്തണം. ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണോ നടത്തുന്നത്, ആക്റ്റീവ് തെരഞ്ഞെടുപ്പ് എങ്ങനെയാണോ നടത്തുന്നത്, അതിനകത്തെ മുഴുവൻ കാര്യങ്ങളും, അതുകൂടാതെ നമ്മൾ ചെയ്യാത്ത കൗണ്ടിങ്ങിന് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി ഒരു മോക്കോൾ നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു മോക്കോൾ നമ്മളുടെ പോളിംഗ് ബൂത്തിൽ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇലക്ഷൻ നടന്നിട്ടില്ല എന്ന് കണക്കാക്കണമെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. 50 വോട്ട് ചെയ്യണം കേട്ടോ, 50-ൽ കുറയാതെ വോട്ട് ചെയ്യണം. 5:30 തുടങ്ങുന്നതല്ലേ, 50 കുറയാതെ വോട്ടൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ സീലിംഗ് ഓഫ് EVM, സീലിംഗ് ഓഫ് EVM സീൽ ചെയ്യണം. ഇത് പറയുമ്പോൾ ഞാനൊന്ന് എനിക്ക് നടന്ന ഒരു സംഭവം കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന്റെ കാര്യം പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഇതുപോലൊരു ക്ലാസ്സിൽ, രണ്ടാമത്തെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു ക്ലാസ്സിൽ ഒരു പ്രിസൈഡിംഗ് ഓഫീസറുമായിട്ട് നല്ല ബന്ധമുണ്ടായി. ആ പ്രിസൈഡിംഗ് ഓഫീസർ വാട്സപ്പിൽ എനിക്ക് അദ്ദേഹത്തിന്റെ പേര്, ഞാൻ പ്രിസൈഡിംഗ് ഓഫീസർ എന്നുള്ള പേര് വെച്ചാണ് നോട്ട് ചെയ്തത്. എന്നെ നിങ്ങൾ അത് വെച്ച് വിലയിരുത്തരുതേ. അപ്പോൾ അദ്ദേഹം ഞാനുമായിട്ട് കുറച്ച് കാര്യങ്ങൾ എപ്പോഴും സംശയങ്ങൾ ചോദിക്കായിരുന്നു. തെരഞ്ഞെടുപ്പിന് തലേ ദിവസം വിതരണ കേന്ദ്രത്തിൽ വന്നപ്പോൾ ഞാൻ അവിടെയുണ്ട്. എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, സാറേ നമ്മളിങ്ങനെയൊക്കെ ആണെങ്കിലും ഞാനിങ്ങനെയൊക്കെ സംസാരിക്കുമെങ്കിലും എനിക്കത്ര ധൈര്യമുള്ള ആളൊന്നുമല്ല. പിറ്റേ ദിവസം രാവിലെ മോക്കോൾ നടത്തുമ്പോൾ സാർ അവിടെ വരെ ഒന്ന് വരണം, എനിക്കൊരു ധൈര്യത്തിലാണ്. ഞാൻ പറഞ്ഞു ഞാൻ റിട്ടേണിംഗ് ഓഫീസറുടെ സ്റ്റാഫ് ആയിരിക്കാമെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നതിനനുസരിച്ച് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ചിലപ്പോൾ വരാൻ പറ്റിയില്ല, ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അന്ന് ചെല്ലാൻ പറ്റിയില്ല. ഒരു 3-3:30 ആയപ്പം, 9-ാം തീയതി അല്ല തെരഞ്ഞെടുപ്പ്, 9-ാം തീയതി എന്നുള്ള ആ ഡേറ്റ് വെച്ചാണെങ്കിൽ 9-ാം തീയതി 3:30 ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ രാവിലെ വന്നില്ല, ഞാൻ പ്രതീക്ഷിച്ചു കേട്ടോ, വരത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പ്രതീക്ഷിച്ചു, പക്ഷേ വൈകുന്നേരം ഏതായാലും വരണം, ഒരു 5:30-5:45 ആവാൻ വരണം. അതെന്താ സാറേ? അതെ, ഞാനിവിടെ ഗ്രീൻ പേപ്പർ സീരിയലിൽ ഞാനും ഒപ്പിട്ട്, ഏജന്റുമാരും ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്, സ്പെഷ്യൽ ടാഗിൽ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് 5:45 ആകുമ്പോഴേക്ക് സീൽ ചെയ്യണം. കുറച്ചുപേര് ഇവിടെ ഞെട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ ആ ബൂത്തിലേക്കേ വരില്ല, സാറ് ഇപ്പം തന്നെ സീൽ ചെയ്തു. ഈ പ്രിസൈഡിംഗ് ഓഫീസർ ചില കാര്യങ്ങൾ, നമ്മളിവിടെ പല കാര്യങ്ങൾ പല സമയത്ത് പറയുന്നുണ്ട്. സീലിംഗ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു സീലിംഗ് പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് പാവം മനുഷ്യൻ രാവിലെ ചെയ്യേണ്ട ഈ സീലിംഗ് വൈകുന്നേരത്തിന് മാറ്റി വെച്ച്. നമ്മുടെ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ആർക്കും അങ്ങനെ ഉണ്ടാവരുത്. സീൽ ചെയ്യേണ്ട എപ്പോഴാണ്? മെഷീൻ സീൽ ചെയ്യേണ്ട എപ്പോഴാണ്? മോക്ക് കോൾ കഴിച്ചതിന് ശേഷം ആക്ച്വൽ ഇലക്ഷൻ നടക്കുന്നത് തൊട്ട് മുമ്പ് ചെയ്തിരിക്കണം. അപ്പം ആ സംശയം നമുക്ക് ഇനി ആ ബുദ്ധിമുട്ടുണ്ടാകത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളാണ് 5 കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ നമ്മൾ നേരത്തെ എഴുന്നേക്ക് 50 പേര് വരാത്ത ഇടമാണെങ്കിലോ അത് കുഴപ്പമില്ല. അതിന്റെ ആ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞ 50 പേരെ എങ്ങനെ വോട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചത് കേട്ടോ. തലേ ദിവസം വേണമെങ്കിൽ പാസ് കൊടുത്താൽ ഇത് വന്നില്ലേ, ഒറ്റ പാസ്സിൽ കൊടുത്താൽ മതി. പിറ്റേ ദിവസം എഴുതി വെച്ചേക്കുക. ഇത് രാവിലെ വന്നെടുത്തു. നമ്മൾ അവരുടെ നിന്ന് 10 മേടിക്കുക, 10 മേടിച്ച് കളക്ട് ചെയ്തിട്ട് അവരുടെ പേരൊക്കെ എഴുതി നമ്മൾ വെച്ചാൽ മതി. രാവിലെ ഒരു എഴുതിയിട്ടുള്ളൂ, അപ്പം കൊടുത്താൽ പോലെ ഞങ്ങൾ ഇവിടെ പിടിച്ചു വെക്കും. അതുപോലെ തന്നെ നിങ്ങൾ കുറിപ്പടികളൊക്കെ എഴുതി ഇനി ആൾ വോട്ട് ചെയ്തിട്ടില്ല, ഇനി ആളെ വിളിച്ചോണ്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള സംഭാഷണത്തിനുള്ള സൗകര്യമില്ല. അതുപോലെ തന്നെ വൈകുന്നേരം അവസാന മണിക്കൂറിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, പ്രിസൈഡിംഗ് ഓഫീസറോട് പറയുന്നുണ്ട് മൊബൈൽ ഉപയോഗിച്ചോളാൻ. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ചിലപ്പോൾ മൊബൈൽ ഉപയോഗിക്കും. അവിടെ നിന്നുകൊണ്ട് ഫേസ്ബുക്ക്, വാട്സപ്പ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷനും കാണുമെന്ന് ഓർത്തോളുക. നമ്മൾ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക. അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറയുന്ന ആപ്പ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഉപയോഗിക്കാൻ അനുവാദം തന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം ഫോട്ടോ എടുക്കുന്നത്, അവിടെ ഇപ്പം ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു, അവിടെ EVM ഇരിക്കുന്നിടത്ത് ഫോട്ടോയും വീഡിയോ എടുക്കരുത്. ഇന്നലെ ഒബ്സർവർ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കർശനമായ നിർദ്ദേശം തന്നു. ഇതൊക്കെ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മളൊന്നും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല.